ഗായ്സ് നമ്മൾ ഹോട്ടൽ എസ്കേപ്പാണ് എടുത്തേക്കുന്നത്. നമ്മളിവിടെ കുത്തിമറിഞ്ഞൊക്കെ ഇരിക്കുക, നമുക്കിനി എസ്കേപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം പോകുന്നത് അവിടെ ലേസർ ഇട്ട് അടച്ചേക്കുക. അതുകൊണ്ട് ഞാനത് റോബ്ലോക്സ് ആദ്യമായിട്ടല്ല, ഈ ഹോട്ടൽ എസ്കേപ്പ് ആദ്യമായിട്ടാണ്. എങ്ങോട്ട് പോകണമെന്നൊരു പിടിയില്ല ലേസർ ഇട്ട് അടച്ചുകൊണ്ട്. ഗൈസ് ബാത്റൂം തുറന്നു വന്നിട്ടുണ്ട്, നമുക്ക് ബാത്റൂമിൽ കയറി നോക്കാം. ഗൈസ് ബാത്റൂമിൽ കയറിയപ്പോൾ ഞാൻ കക്കൂസ് ഇരുന്നിട്ടുണ്ട്. ഗൈസ് കക്കൂസ് നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളവിടെ ബട്ടൺ തൊട്ടുക, മേളിലെ വെൻ്റ് ഓപ്പൺ ആയിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ചാടിക്കയറാൻ നോക്കാം. ഗൈസ് ചാടിക്കയറാൻ പറ്റുന്നില്ല. ഗൈസ് ചാടിക്കയറാൻ പറ്റുന്നില്ല. ഗൈസ് പറ്റുന്നില്ല. ഒന്നുകൂടെ ബട്ടൺ ഓപ്പൺ ആക്കാം. ഗൈസ് ഇത് നമുക്ക് ഏണിയൊക്കെ കയറി ഇനി കുറേ ചെയ്യാനുണ്ട്, പറ്റത്തില്ല. ഒന്നുകൂടെ ബട്ടൺ ഓൺ ആക്കാം. നമുക്ക് എണിയുടെ പുറത്ത് കയറി ഞാൻ ഇപ്പോൾ ചാടാൻ പോവാണ്. എൻ്റെ പുറത്ത് കയറി ഒറ്റ ചാട്ടം. അയ്യോ പറ്റിയില്ല. എൻ്റെ പുറത്ത് ഇപ്പം പുറത്ത് പറ്റത്തില്ല. ഇപ്പം കയറും. ഒന്നുകൂടെ ഓപ്പണാക്കി. റെഡി ശരി. കയറി ഗൈസ്, ഞാൻ കയറിയിരിക്കുന്നു. ഇനി എൻ്റെ ഫ്രണ്ട് വരാനുണ്ട്, അവനിപ്പോൾ വരും. അവൻ ഇച്ചിരി നൂബാണ്, അതുകൊണ്ട് ഒരു ഇച്ചിരി ടൈമൊക്കെ എടുക്കണം. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾക്കിവിടെ കോയിൻസൊക്കെ കളക്ട് ചെയ്യാം. ഗൈസ് അവൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം, അടുത്ത ലെവലിലോട്ട് പോവാം. ഗൈസ് നമുക്ക് ചെക്ക് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഞാൻ ചെക്ക് പോയിൻ്റ് എന്ന് പറയാൻ കാരണം ഞാൻ ഹോട്ടൽ എസ്കേപ്പ് അല്ല, വേറെ കുറേ എസ്കേപ്പ് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സാധനം എന്തുവാണെന്നറിയാം. ഈ റോബ്ലോക്സ് ആദ്യമായിട്ട് കളിക്കുന്നവർക്ക് ഞാൻ പറയുക, ചെക്ക് പോയിൻ്റ് ഇട്ടാൽ നമ്മൾ ചത്താലും അവിടെ തന്നെ സ്പോൺ ആവും. അതിന് നമ്മൾ ഈ ചെക്ക് പോയിൻ്റ് എടുക്കണം. ചെക്ക് പോയിൻ്റ് എടുക്കാതെ വേറൊരു കളിയില്ല. നമുക്ക് ചെക്ക് പോയിൻ്റ് എടുത്തിട്ട് ഈ ലേസർ ഒന്ന് നടക്കാം. ഗൈസ് ഞാൻ മൂന്നാമത്തെ ട്രൈ തന്നെ ലേസർ കടന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഇപ്പോഴും അവിടെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമ്മൾ വണ്ടിയിൽ കൂടെ പോയി. ഗൈസ് ഒരു ഹോട്ടൽ കണ്ടോ, ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടു. ഒരു ഹോട്ടലിനുള്ളിൽ ഒരു ഫുൾ ബിസിനസ് നടക്കുക. ഇതിനെതിരെ കേസ് കൊടുക്കണം ഗൈസ്. അപ്പോൾ ഇപ്പോഴേ പറയുക, എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ഞാൻ ഇപ്പം തന്നെ ആകെ ഒരു ഇച്ചിരി വീഡിയോ ഇട്ടിട്ടുള്ളൂ. അതിനാകെ ഇച്ചിരി ലൈക്കേ കിട്ടിയിട്ടുള്ളൂ, സബ്സ്ക്രൈബേഴ്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ എയിം 100 ആണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ 2 വർഷമായി ഇപ്പോൾ ഇടുന്നില്ല. വേറെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കയറി കാണുക. പേര് സോളാർ സ്മാഷ് എന്നുള്ള ഗെയിം. നിങ്ങൾ അടിച്ചു കൊടുക്കണം. മുന്നാബ്രോ എന്ന് മാത്രമല്ല, മുന്നാബ്രോ സോളാർ സ്മാഷ് എന്ന് അടിച്ചു കൊടുക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ തന്നെ കുറച്ച് പേരും കണ്ട് എൻ്റെ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഇച്ചിരി ലൈക്ക് കിട്ടിയിട്ടുണ്ട്. യെസ് നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു പിടിയില്ല, അതുകൊണ്ട് ഞാൻ അടുത്തങ്ങ് ചാടി. നമുക്കാദ്യം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കണ്ടുപിടിക്കാം. ഞാൻ ഹോട്ടൽ എസ്കേപ്പ് ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര പിടിയില്ല. വയസ്സ് നമ്മൾ പിന്നെ എത്തു. എൻ്റെ ഫ്രണ്ട് ഇപ്പോഴും അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അവൻ ന്യൂബാണ്, അതുകൊണ്ട് അവന് വരാൻ അറിയത്തില്ല. അവനെ അടുത്ത കളി തൊട്ട് ഞാൻ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അവനെ സംസാരിക്കുകയൊക്കെ അനുവദിക്കുകയൊക്കെ ചെയ്യാം. പനിയായി കിടക്കുന്നതുകൊണ്ട് ഞാൻ അവനെ നിർബന്ധിച്ച് കളിപ്പിക്കുക. ഇപ്പം തന്നെ അവൻ എല്ലാവർക്കും കളിക്കുന്ന അവൻ്റെ അനിയൻ വല്ലതായിരിക്കും. അത്രയ്ക്കും പനിയായി, ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരെ പോവാം. അവന് നൂബാ, അവൻ്റെ അനിയന് നൂബാണോ എന്ന് അറിയത്തില്ല. എൻ്റെ അനിയൻ ഇതുവരെ കളിച്ച് ഞാൻ കണ്ടിട്ടുമില്ല, കുറേ നേരമായിട്ട് കാണുന്നില്ല. ഞാൻ അങ്ങോട്ടും ചെന്ന് നോക്കട്ടെ. ഗായ്സ് അവൻ ഇപ്പോഴും ഇവിടെ ചത്തോണ്ടേ ഇരിക്കുക.